സ്വാമി ശരണം നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നൂൺ യു എ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ട്. യു എയിലുള്ള ഒരു അടിപൊളി കമ്പനിയാണ്. അവർ ഡെലിവറി ജോബ്സ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ ജോലി ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഒരു പുതിയൊരു സംഭവമുണ്ട്, 15 മിനിറ്റിനുള്ളിലുള്ള ഡെലിവറി. ആ ഡെലിവറി ചെയ്യുന്നത് ഫ്ലൈങ് സ്യൂട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാം. വളരെ സെക്കൻഡുകൾ ദൈർഘ്യം കുറഞ്ഞൊരു വീഡിയോ ആണ്. അതിൽ തന്നെ എല്ലാം കൺവേ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അവർ ഡെലിവറി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഫ്ലൈങ് സൂട്ടിൽ 15 മിനിറ്റിൽ യു എയിൽ ഒരു ഇതെല്ലായിടത്തും അവർ ഡെലിവറി ചെയ്യുന്നതാണ്. ഫാർ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് അത്. ഇത് എന്താ പറയാ, നമ്മുടെ നാട്ടിലൊക്കെ വരാൻ കുറച്ച് സമയം എടുക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന് വേണ്ടി കുറെ നിയമ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ യു എ ഫാർ ബെറ്റർ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മണി എന്തായാലും നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഫ്യൂച്ചറിസ്റ്റിക് സാധനം വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കേരളത്തിലും വരട്ടെ. ഡ്രോണിലൊക്കെ ഇനി ഡെലിവറി വരും എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡെലിവറി ഒക്കെ വരട്ടെ. ആമസോൺ ആയിരിക്കും മിക്കവാറും ഇന്ത്യയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഡ്രോൺ ഡെലിവറി ആദ്യം കൊണ്ടുവരും. കാരണം അവരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെലിവറി ടീം. അപ്പം ഫുഡ് ഡെലിവറി ഒക്കെ ആണ് കുറച്ചും കൂടെ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന. മീൻസ് നമുക്ക് പെട്ടെന്ന് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ അതിലായിരിക്കും ഡെലിവറി കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് വേണ്ടത്. പക്ഷെ ലോങ് ഡിസ്റ്റൻസിൽ എന്തായാലും ഒരു പോസിബിൾ അല്ല. ഷോർട്ട് ഡിസ്റ്റൻസിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോസിബിൾ ആയിട്ട് ആക്കുന്നത് എനിക്ക് തോന്നുന്നു ഫുഡ് ഡെലിവറിയിലായിരിക്കും. കാരണം എന്തായാലും ഒരു 30 കിലോമീറ്റർ ഒരു റേഡിയസിലായിരിക്കുമല്ലോ മിക്കവാറും ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്തി. ഇങ്ങനെയുള്ള ഫ്യൂച്ചറിസ്റ്റിക് സാധനം വരട്ടെ. കേരളത്തിൽ ഇതേപോലെയുള്ള ഒരു സംഭവം വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, നിങ്ങളുടെ നിങ്ങൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായം പറ. അപ്പം എന്തായാലും ന്യൂൺ എന്താ പറയാ ന്യൂൺ ഡെലിവറിക്ക് എല്ലാ ഭാവുകളും നേരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.